നിപ്പ മൂലം ചികിത്സയിലുണ്ടായ 14 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടു. അതുകൊണ്ട് തന്നെ നിപ്പയെ പ്രതിരോധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിനു വേണ്ടിയിട്ട് വവ്വാലിന്റെ ആവാസ സ്ഥലത്തൊന്നും പോവാൻ പാടില്ല. അതുപോലെ വവ്വാലുകൾ ധാരാളമുള്ള സ്ഥലത്ത് നിന്ന് കള്ളൊക്കെ ശേഖരിക്കുന്നത് ഒഴിവാക്കുക. വവ്വാല് കടിച്ച പഴവർഗ്ഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഇപ്പൊ വീട്ടുമുറ്റത്തും പറമ്പിലൊക്കെ വീണ് കിടക്കുന്ന പഴങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. വവ്വാല് കഴിച്ച പഴങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള പഴങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലേക്കും കൂടിയിട്ട് വൈറസ് പടരും. അപ്പോൾ എന്തെങ്കിലും കടിച്ച പാടുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴിയുള്ളതോ പൊട്ടുള്ളതോ അങ്ങനെയുള്ള പഴങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ നന്നായിട്ട് കഴുകിയിട്ട ശേഷം മാത്രം കഴിക്കുക. ഇപ്പൊ വിനേഗർ ഇട്ട വെള്ളത്തിലോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട വെള്ളത്തിലോ അതോ അല്ലെങ്കിൽ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിലോ ഒരു 15 മിനിറ്റ് വെച്ച ശേഷം നന്നായിട്ട് ടേപ്പ് വാട്ടറിൽ കഴുകിയ ശേഷം മാത്രം കഴിക്കുക. പിന്നെ എപ്പോഴും കൈ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് 20 സെക്കൻഡ് കഴുകുക. നിപ്പയുടെ സ്പ്രെഡിംഗ് നേച്ചർ കുറവാണെന്നുണ്ടെങ്കിലും അത് പിടിപെട്ടാലുള്ള മരണനിരക്ക് കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക.